പൊന്നു കർത്താവേ, മടുത്തു എനിക്ക്. ഒരാൾക്ക് പുട്ടും കടലയും, മറ്റേ ആൾക്ക് അപ്പം മുട്ടക്കറി. എന്താ എന്റെ ജാൻസി കുട്ടി, ഈ പരാതിയും പരിഭവമൊന്നും ഇതുവരെ തീർന്നില്ലേ? നീ എണീറ്റോ? ഇന്നാ ഈ കോഫി കുടിച്ചോ. ആ കൊച്ചെന്തേ, അത് എണീറ്റില്ലേ? ആ എണീറ്റു മമ്മി, അവൾ അമ്പലത്തിൽ പോവാൻ റെഡിയാവാ. ബിച്ചും പപ്പ എവിടെ? അവർ രണ്ടുപേരും എണീറ്റില്ലേ? പപ്പതേ നടക്കാൻ ഇറങ്ങിയേക്കുക. ബിച്ചൂട്ടനാണെങ്കിൽ എണീറ്റിട്ടില്ല. അവൻ്റെ നേരം 10 മണിയാ. എണീറ്റേക്കാം. അവളെ വന്ന് ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പേ അങ്ങോട്ട് പോയി ഒരു സോറി എന്ന് പറഞ്ഞേക്കാം. മാഡം വിഷമിച്ചിരിക്കുകയായിരിക്കും. ഇത്ര നാൾ ഞാൻ അവളോട് മിണ്ടിയിട്ട് പോലില്ലല്ലോ. എങ്കിലും അവളെൻ്റെ ചേച്ചിയല്ലേ. ആദ്യം അവൾ എന്നോട് അവളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞില്ല എന്ന് വെച്ച് ഇത്രയും വെയിറ്റിടാൻ പറ്റുമോ? ചേച്ചി, ഐ എം സോറി, റിയലി ഐ എം സോറി ചേച്ചി, റിയലി സോറി. ഒച്ച വയ്ക്കാതെ. ആരാടോ താൻ? എന്നെ വന്ന് കെട്ടിപ്പിടിച്ചതും പോലെ ഇപ്പൊ എന്നോട് ഒച്ച വയ്ക്കരുതെന്ന് തന്നെ ഞാൻ. എടോ, എനിക്കൊരു അർത്ഥം പറ്റിയതാ. താനത് പതുക്കെ പറ. ആരെങ്കിലും കേട്ടാ പിന്നെ അർത്ഥം മതി. കേക്കട്ടെ, എല്ലാവരും കേക്കട്ടെ. പൊന്നാര മോന്റെ സ്വഭാവം എന്താന്ന് എല്ലാവരും അറിയട്ടെ. ആഹാ, എന്തൊരു എക്സ്പ്രഷൻ! ഈ മുഖത്തെ എക്സ്പ്രഷനെ ഇപ്പൊ ഞാൻ മാറ്റി തരാട്ടാ. പറയൂടി നീ എല്ലാവരോടും, പറയൂ നീ. തനിക്കെന്താ ചെവിയും കേട്ടൂടെ? പറയുന്നല്ലേ ഞാൻ പറഞ്ഞത്, അപ്പൊ ഞാൻ പറഞ്ഞിരിക്കും. എന്തായാലും നീ പറയാൻ പോവല്ലേ, അപ്പതാ എന്റെ മോള് ഇതും കൂടെ ചേർത്ത് പറഞ്ഞു. മാറി നിൽക്കടോ. താൻ എന്താ ചെയ്തെന്ന് തനിക്ക് പറയൂ. പുറത്തു പോകാനല്ലേ പറഞ്ഞത്? ജാൻസി, എന്റെ കോഫി എടുത്തോട്ടോ. മമ്മി, പപ്പ വന്നല്ലോ. കോഫി തായോ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. വർഗീസ് അച്ചായോ, ദാ പതിയോ കോഫി. ആ എണീറ്റോ കാന്താരി? പപ്പോട് ഞാൻ മിണ്ടത്തില്ലാന്ന് വിചാരിച്ചതാ. ആകെയുള്ളൊരു മോളല്ലേ, ബാംഗ്ലൂരിൽ നിന്ന് എത്ര നാള് കഴിഞ്ഞ് വരുന്നതാ. അപ്പൊ എന്നെ കാത്ത് വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിച്ചതാ. ഞാനാണെങ്കിൽ നമ്മുടെ കൂക്കിയോട് പറയും ചെയ്തു. ആ കൂക്കിമോളും വന്നിട്ടുണ്ടോ? അതെന്തായാലും നന്നായി. ആദ്യമായിട്ടല്ലേ അവൾ ഇങ്ങോട്ട് വരുന്നേ. എന്താ മോളെ, സിദ്ധു വരൂ? അവിടെ സിദ്ധുവിന്റെ അച്ഛന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുക. ലാസ്റ്റ് ഹിയറിംഗാ. പിന്നെ വിച്ചുന്റെ കാര്യം പപ്പയ്ക്ക് അറിയാലോ. അവൻ എന്നോടൊന്ന് മിണ്ടിയിട്ട് പോലുമില്ല. ബിച്ചുവിന്റെ കാര്യം ആലോചിച്ച് എന്റെ മോള് വിഷമിക്കേണ്ട. ഇത്തവണ നമുക്ക് എല്ലാം ശരിയാക്കാന്നേ. എന്തായാലും എൽദോന്റെ കല്യാണം ഇങ്ങ് അടുത്തില്ലേ, സിദ്ധുമുനെ കൂടെ വിളിക്കാം. അവനും കൂടെ വരട്ടെ. എൻ്റെ ഭാവി മരുമാനെ എല്ലാവരും ഒന്ന് കണ്ടു ഞെട്ടട്ടെ. IPS അല്ലേ. എൻ്റെ മോളുടെ സെലക്ഷനെ പറ്റി കുറ്റം പറഞ്ഞവരൊക്കെ അവനെ കണ്ടൊന്ന് ഞെട്ടട്ടെ. കൂട്ടത്തിൽ നമ്മുടെ വിച്ചു ഒന്ന് ഞെട്ടണം പാപ്പ. ദാ വിച്ചു വരുന്നു പാപ്പ. ഇന്ന് എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി തന്നെ. എടാ വിച്ചു, നീ അവിടെ ഒന്ന് നിന്നേ. നീയും ജെസിമോളുമായിട്ടുള്ള എല്ലാ പിണക്കവും ഇന്ന് എന്നെ പറഞ്ഞു തീർക്കണം, കേട്ടല്ലോ? ഞാനും ഇതിനെപ്പറ്റി പറയാനിരിക്കായിരുന്നു ചായ. രണ്ടുപേരും എത്ര നാളായി വേണ്ടിയിട്ട്. അവളുടെ ഇഷ്ടം നമ്മളെല്ലാവരും അംഗീകരിച്ചതല്ലേ, പിന്നെ ഇവന് മാത്രം എന്താ കുഴപ്പം? നിങ്ങൾ രണ്ടുപേരും എന്നെ ഇങ്ങനെ ഫയർ ചെയ്യാതെ. തെറ്റെൻ്റെ ഭാഗത്താണ്. ഞാൻ ഇവളോട് ചോദിക്കണമായിരുന്നു, ഇവൾക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇവളെന്നോട് പറഞ്ഞതുമില്ല, ഞാൻ ഇവളോട് ചോദിച്ചതുമില്ല. പിന്നെ എന്താ വെച്ചാൽ എൻ്റെ പ്രപ്പോസൽ വന്നപ്പോൾ ഇവളെല്ലാം തുറന്നു പറഞ്ഞു. അപ്പോൾ എനിക്കതിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയതുമില്ല. സോറിഡി ചേച്ചി. സോറിടാ, ഞാനും പറയേണ്ടതായിരുന്നു നിന്നോടെല്ലാം. പക്ഷെ ഈ ചേച്ചിയോട് ക്ഷമിക്കടാ. ആ കുക്കുമോള് റെഡി ആയി എത്തിയല്ലോ. പത്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗന്മാതർ മഹാലക്ഷ്മി. എന്നെ ഭംഗി അവളെ കാണാൻ. അവളുടെ മുഖത്തൊന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ലല്ലോ. എൻ്റെ കൊച്ചിനെ കാണാനിപ്പോൾ എന്നാ ഭംഗിയല്ലേ. ഒന്ന് പോ മമ്മി, കളിയാക്കാതെ. ഡാ വിച്ചു, നീ എന്നാ നോക്കിയിരിക്കുക? ഇത് ആരാന്ന് നിനക്ക് മനസ്സിലായോ? ഇത് നമ്മുടെ സിദ്ധുവിന്റെ അനീതിയാ. ഹായ് ഡോ. ഹായ്, നൈസ് ടു മീറ്റ് യു. എടാ വിച്ചു, നീ മോളെയും കൊണ്ട് അമ്പലത്തിൽ പോയിട്ട് വാ. മോളെ, പിന്നെ പപ്പ ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോവാം. ഇനി 2-3 ദിവസം കഴിഞ്ഞ് വരൂ. അപ്പം ശരി, എന്നാ നിങ്ങൾ സൂക്ഷിച്ചു പോയിട്ട് വായു. ചേച്ചി, നീയും പോര്, നമുക്ക് പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോരാം. നമുക്കെന്നാ വൈകിട്ട്
ശരി കുക്കി, വാ നമുക്കൊന്ന് ഇറങ്ങാം. എന്ത് പറഞ്ഞപ്പോ സ്റ്റാർട്ട് ചെയ്യാം? മാഡം ഒന്ന് നോക്കിയിരുന്നെങ്കിൽ എന്തേലും പറഞ്ഞ് തുടങ്ങായിരുന്നു. എന്തേലും ആവട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. ഒന്ന് വിളിച്ചു നോക്കാം. എടോ കുക്കി, തനിക്കെന്നോട് ദേഷ്യമാണോ? ദേഷ്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതുമാതിരിയുള്ള പണിയല്ലേ ഞാൻ കാണിച്ചത്. സോറിഡോ, എന്നോട് ക്ഷമിക്കും. അങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല താൻ എന്നോട് ചെയ്തത്. എന്നാലും ഞാൻ ക്ഷമിക്കുക. പിന്നെ നിങ്ങളുടെ കൂടെ ഒക്കെ ഒന്ന് അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ടാ അവിടെ ഒത്തിരി കാര്യങ്ങളുണ്ടായിട്ടും ഞാൻ ഇങ്ങ് പോകുന്നത്. ഒരിക്കൽ കൂടി ഞാൻ തന്നോട് സോറി ചോദിക്കാം. ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒത്തിരി താങ്ക്സ്. ഇതൊന്നും ആരോടും പറയാതിരുന്നേനെ. ഞാൻ പറയണമെന്ന് വിചാരിച്ചതാ. പിന്നെ താനും ചേച്ചിയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഹാപ്പിയായി നിൽക്കണ കണ്ടപ്പോ പറയാൻ തോന്നിയില്ല. അപ്പോൾ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നതിലേക്ക് ഇനി നമ്മൾ അടിച്ചു പൊളിക്കല്ലേ? അല്ല പിന്നെ അടിച്ചു പൊളിക്കാൻ നമുക്ക്. ഡോ, അമ്പലത്തി താൻ പോയി തൊഴുത്തിട്ട് വായോ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഇയാളും കൂടെ വായോ, നമുക്ക് ഒന്നിച്ചു പോയിട്ട് വരാം. വരണമെന്നൊക്കെ ഉണ്ട്, ബട്ട് ഞാൻ കുളിച്ചിട്ടില്ല. എന്നാ താൻ ഇവിടെ തന്നെ ഇരുന്നു, അതാ നല്ലത്. ഞാൻ പോയി തൊഴുത്തിട്ട് പെട്ടെന്ന് വരാം. ഇവൾക്ക് എന്താ ഇത്ര സ്പെഷ്യാലിറ്റി? ഓരോ നിമിഷം കഴിയുന്തോറും ഇവളെന്റെ മനസ്സിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങുകയാണല്ലോ. ഹലോ ചേട്ടായി, എന്നെ ആലോചിച്ചിരിക്കുക. പോണ്ടേ നമുക്ക്? ഏയ് ഒന്നുമില്ല, ഞാൻ ചുമ്മാ ഇങ്ങനെ ഓരോന്നൊക്കെ. താൻ കയറ്, നമുക്ക് പോകാം. മമ്മി, കുക്കി, ചേച്ചി, പെട്ടെന്ന് ഷോപ്പിംഗ് തീർക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സിനിമയ്ക്ക് കയറാം കേട്ടോ. ആ നോക്കാം. ഡാ, നീ ഒന്ന് നോക്കിക്കേ. ആവരണത് നമ്മുടെ മാത്യു അല്ലേ? ഏയ്, അത് നമ്മുടെ മാത്യു ചായൻ തന്നെയാ. ഒന്ന് ഞെട്ടിച്ച് കളയെ. മാത്യു ചായ പോയി. ഡാ വിച്ചു, ആൻറ്റി എല്ലാവരും ഉണ്ടല്ലോ. നിങ്ങൾ എന്താ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണോ? ഹലോ, നമ്മളെയൊക്കെ അറിയാവോ? ഇല്ല, അറിയത്തില്ല. വലിയ HR മാനേജറൊക്കെ ആയി ബാംഗ്ലൂരിലേക്കൊരു മുങ്ങിയതല്ലേ. പിന്നെ ഇപ്പോഴല്ലേ നീ പൊന്നുന്നേ? മതി മതി മതി, ഞാനേ പരാതിയൊക്കെ കേൾക്കാനേ ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ഇതാരാ, ഒരു ന്യൂ ഫേസ്? അതെ, നിങ്ങളിങ്ങനെ സംസാരിച്ചു നിന്നാലേ ഇന്ന് ഷോപ്പിംഗ് നടക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് മമ്മിയുടെ ഇവരെയും കൊണ്ട് ചെന്നേ. ചെക്കൻ്റെ ഒരു കാര്യം. ബാ മക്കളെ, നമുക്ക് പോവാം. എടാ മാത്യു, ശരിയെന്നാ ഞങ്ങൾ പോവാം. ഇടയ്ക്കൂടി മാത്യു, അങ്ങോട്ട് വല്ലാണ്ട് നോക്കണ്ട. ഇന്ന് പോരെ, ആ ന്യൂ ഫേസ് ഏതാന്നേ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. വിച്ചു, ഏതാടാ കൊച്ച്? അത് നമ്മുടെ IPS അലിയൻ്റെ പെങ്ങളാ, ജെസിയുടെ. നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി, ബാംഗ്ലൂരിൽ നിന്ന് എന്താവൂല്ലേ? എന്തായാലും നല്ല കൊച്ച്. ഏയ്, അത്ര ഭംഗിയൊന്നുമില്ല. എന്നാ നീ നോക്കണ്ടോവേ, ആ കൊച്ചിന് ഞാനൊരു ജീവിതം കൊടുത്തോളാം. എൻ്റെ വിച്ചു, നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ. എന്തായാലും നടക്കട്ടെ. നിന്റെ മനസ്സിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വേഗം പറഞ്ഞ് സെറ്റാക്കാൻ നോക്കും. ശരിടാ, എന്നാ ഞാൻ പോവാം. ഓ ഗോഡ്, കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ മാത്യു ചായ എൻ്റെ മനസ്സിലുള്ളത്. ദാ, നമുക്ക് ഈ കടയിൽ കയറാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ എടുത്തോട്ടോ. അമ്മയുടെ ഈ വാക്ക് കേട്ടാ മതി. ഇനി ഞങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ വാരിക്കൂട്ടിയിട്ട് എടുക്കരുത് എന്ന് മാത്രം പറയരുത്. ഓക്കെ, അപ്പോൾ പർച്ചേസിങ് തുടങ്ങല്ലേ? ആ ചേച്ചി, തുടങ്ങാം. താൻ തന്നെ വിളിച്ചേ? നമ്മള് വഴക്കൊക്കെ നിർത്തി കൂട്ടായ നിലയ്ക്ക്
ഡോ, താൻ അങ്ങനെയൊക്കെ വിളിക്കുന്നത് മോശമല്ലേ? അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇയാളെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിളിക്കാന്ന്. ആദ്യം ഞാൻ വിചാരിച്ചു വിച്ചുവേട്ടാന്ന് വിളിക്കാന്ന്, അത് കോമൺ ആയി പോവില്ലേ. പിന്നെ ഞാൻ വിചാരിച്ചു നീ ഇച്ചായാന്ന് വിളിക്കാന്ന്, അത് ഭയങ്കര ലോങ് ആവും. അപ്പൊ ഞാൻ ബിച്ചുവിന്റെ വിയും ഇച്ചായന്റെ ഇച്ചായം കൂടെ അങ്ങോട്ട് എടുത്തു, അങ്ങനെ ബീച്ചനാക്കി. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ആ, എനിക്കിഷ്ടപ്പെട്ടടോ. ഞാൻ അങ്ങനെ വിളിച്ചാൽ മതി. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞോ? മമ്മി ചേച്ചി അവിടെ? അമ്മയും ചേച്ചിയും ബില്ല് പേ ചെയ്യാൻ നിൽക്കുവാ. നമ്മളോട് പോയി സിനിമയ്ക്കുള്ള ടിക്കറ്റ് എടുത്തോളാൻ പറഞ്ഞു. ഓ, അതിന് നമ്മുടെ മൂവി പ്ലാൻ ഒന്ന് ക്യാൻസലായി. പപ്പ വന്നിട്ടുണ്ട്, മീറ്റിംഗ് ക്യാൻസലായത്രേ. നമ്മളാണെങ്കിൽ താക്കൂർ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. വീട് തുറക്കാൻ പറ്റാതെ പുറത്തിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞു ഷോപ്പിംഗ് കഴിഞ്ഞിട്ടങ്ങ് എത്താന്ന്. അയ്യോ, അതെന്തായാലും കഷ്ടായല്ലോ. നമുക്കെന്നാ വേഗം പോവാം. ചായോ, നിങ്ങൾ എന്ത് പണിയാ കാണിച്ചേ? നിങ്ങളോടാരാ മീറ്റിംഗും ക്യാൻസൽ ചെയ്ത് നേരത്തെ ഇങ്ങ് പോരാൻ പറഞ്ഞേ? ഞങ്ങളുടെ സിനിമ പോയി. എന്റെ ജാൻസി കൊച്ചേ, സിനിമ പോയാൽ എന്താ, മീറ്റിംഗ് പോയാൽ എന്താ, ഒരു ഉഗ്രൻ ചാൻസ് അല്ലേ ഒത്തു വന്നിരിക്കുന്നേ. സ്നോ പാർക്കിലേക്ക് ഒരു 2 ആഴ്ചത്തെ ട്രിപ്പ്. എടി കുക്കി, പപ്പ പറഞ്ഞത് കേട്ടില്ലേ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യ ചേച്ചി, എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സമയമില്ലാത്ത സമയത്താ ഒരു ട്രിപ്പ്. 2 ആഴ്ച ഇനി ട്രിപ്പിന് പോയെന്ന് പറഞ്ഞാൽ അത് മതി എൻ്റെ ചേട്ടായിക്കും പിന്നെ ചേട്ടത്തിക്കും. അളിയന്റെ കാര്യം ഞാൻ ഏറ്റു. പിന്നെ 3 ആഴ്ചയുണ്ട് ഇനി കല്യാണത്തിന്. 2 ആഴ്ച നമ്മൾ ട്രിപ്പ് പോകുന്നു. പിന്നെ ട്രിപ്പ് പോയി വന്ന പിറ്റേ ദിവസം തന്നെ നമുക്ക് അങ്ങോട്ട് പൊക്കൂടെ? എന്റെ ജാൻസിനോട് എന്നൊന്ന് സമ്മതിക്കേ. പ്ലീസ് മമ്മി, സമ്മതിക്കും മമ്മി. കൂക്കിയും കൂടെ ഉള്ളതല്ലേ, പ്ലീസ് മമ്മി. മമ്മി അല്ലെങ്കിൽ അങ്കിളുടെ വീട്ടിൽ പൊക്കോ, ഞങ്ങൾ ട്രിപ്പ് പോയി വരാം. ഇങ്ങനെ എന്നെ ഒഴിവാക്കി ഇവിടെ നിന്ന് ആരും ട്രിപ്പ് പോവാന്ന് വിചാരിക്കണ്ട. അപ്പം എങ്ങനെയാ, നാളെ ട്രിപ്പ് പോവല്ലേ? ഇതാണ് എന്റെ ജാൻസിക്കുട്ടി. ജാൻസിക്കുട്ടി നമ്മുടെ മുത്തല്ലേ? മതി നിങ്ങളുടെ ഒലിപ്പിക്കല്, പിള്ളേര് കാണുന്നു. അല്ല മമ്മി, നമ്മുടെ കൂക്കി എവിടെ പോയി? അവൻ റൂമിലേക്ക് പോയോ? അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഞാനും റൂമിലേക്ക് പോകാം. ഇനി പാക്കിംഗ് ഒക്കെ ചെയ്യണല്ലോ. മോളെ കൂക്കി, എന്താ പറ്റി? നീ കരയാണോ മോളെ? എന്താടാ നിനക്ക് പറ്റിയേ? മനസ്സിലുള്ള സങ്കടം തിങ്ങി നിൽക്കായിരുന്നു ചേച്ചി. ഇപ്പൊ ഒന്ന് കരഞ്ഞപ്പോ എല്ലാം ആശ്വാസമായി. ഈ ചേച്ചി കൂടെയില്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? പിന്നെ ചേട്ടന്റെ കാര്യം ആലോചിച്ചിട്ടാണെങ്കിൽ ഒത്തിരി തിരക്കായതുകൊണ്ടല്ലേ അവിടെ? ഇല്ലെങ്കിൽ ചേട്ടൻ എന്റെ മോളെ വിളിക്കാതിരിക്കും. ഇനി അവരെന്തെങ്കിലും പറ്റിക്കാണോ ചേച്ചി? കേദാർ, അവനെ പറ്റി ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അവന്റെ ഹെൽത്തിന് ഒരു കുഴപ്പമുണ്ടാവില്ല. ചേച്ചിയുടെ കൂക്കിമോളൊന്ന് ചിരിച്ചേ. നാളെ നമുക്ക് ട്രിപ്പ് പോകാനുള്ളതല്ലേ, മതി കരഞ്ഞത്. ചേച്ചി, ചേട്ടൻ വിളിച്ചായിരുന്നു. കേതുവിന് കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞേ. അതുകൊണ്ട് മീനാക്ഷി നാളെ രാവിലെ തന്നെ ബാംഗ്ലൂർ എത്തും. ട്രിപ്പ് കഴിഞ്ഞെത്തുമ്പോൾ നമ്മളോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ ഒഴിവ് പോലെ ഇങ്ങോട്ട് വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകാന്നാ പറഞ്ഞേ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നീ വെറുതെ ആവശ്യമില്ലാതെ പേടിച്ച് കരഞ്ഞു ആകെ സീനാക്കിയാനിപ്പോ. ഇനി എന്നാ നമുക്ക് സമാധാനമായിട്ട് ട്രിപ്പ് അടിച്ചു പൊളിക്കാല്ലേ ചേച്ചി? അടിച്ച് പൊളിക്കാന്നെ. അയ്യാ, എന്നാ തണുപ്പാലെവിടെ! എന്തൊരു ഭംഗിയാ ഈ സ്ഥലം കാണാൻ. ദൈവമേ, 2 ആഴ്ച കഴിഞ്ഞ് ഇവിടുന്ന് പോകേണ്ട കാര്യം ആലോചിക്കുമ്പോഴാ വിഷമം. നമുക്ക് കല്യാണമില്ലേ, 1 മാസം ഇവിടെ തന്നെ നിൽക്കായിരുന്നു. എന്നാ ഭംഗിയാ ഇവിടെ കാണാൻ. അത് മമ്മി പറഞ്ഞ ശരിയാ, എന്തൊരു ഭംഗിയാലും ഇവിടെ കാണാൻ. ഇവൾക്ക് ഏതാണ് ഈ ഫോട്ടോ എടുത്തു കൊടുക്കുന്നത്? അവന്റെ നോട്ടം കണ്ടില്ലേ? അവൻ പറയുന്ന പോലെ പോസ് ചെയ്യാൻ അവള്. ഡാവിച്ചു, നിന്റെ മമ്മി ഫോട്ടോ എടുത്ത് ആ ക്യാമറമാന്റെ കൂടെ ഇപ്പൊ പോവോ? മമ്മി മാത്രല്ല പപ്പാ, നമ്മുടെ ജെസിമോളും ദേ നോക്കിക്കേ അങ്ങോട്ട്. മോനെ, നിന്റെ മമ്മി വാലും ചുരുട്ടി വരുന്നത് കണ്ടിട്ടില്ലല്ലോ. വാ, നമുക്ക് ആ ലേഡി ഫോട്ടോഗ്രാഫേഴ്സിന്റെ അടുത്ത് പോയി ഫോട്ടോ എടുക്കാം. നിന്റെ മമ്മി പറന്നെത്തും. പപ്പ, പപ്പയ്ക്ക് നേരത്തെ അടിച്ച മാതിരി മമ്മിക്കും ജലസ് അടിക്കും. എടാ മോനെ, നിന്റെ പപ്പ ആയതുകൊണ്ട് പറയുമല്ല. സ്നേഹമുണ്ടോ അവിടെ ജലസും ഉണ്ടാവും, പിണക്കങ്ങളും ഉണ്ടാവും.
നമുക്കെന്നാ ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാം മോനെ. ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് വരട്ടെ, കാണിച്ചു കൊടുക്കണ്ട ഞാൻ. ഈ ബീച്ച് എന്നെ ക്യൂട്ടാണ്. എൻ്റെ കുക്കി നിനക്ക് എന്തായി പറ്റുന്നേ? നമുക്ക് സ്കേറ്റിങ്ങിന് പോവാം. എടോ ഞാനില്ല, എനിക്ക് അറിയില്ലടോ സ്കേറ്റിംഗ് ഒന്നും. അതിനല്ലേ കുക്കി, നമുക്ക് പഠിച്ചു നോക്കാമേ. അങ്ങനെതാ നമ്മൾ ഈ റിസോർട്ടിലെത്തി 2 ആഴ്ച കഴിഞ്ഞ് 2 ദിവസമായി. ഇനിയെങ്കിലും നമ്മൾ നാട്ടിൽ പോയില്ലെങ്കിലേ നിന്റെ അടിയൻ എന്നെ വധിക്കും. എനിക്കാണെങ്കിൽ ഇവിടുന്ന് പോവാനേ തോന്നുന്നില്ല. ഇനി വരുന്നില്ല എന്ന് പറഞ്ഞ് വെയിറ്റ് ഇട്ടിരുന്നതല്ലേ. ഇപ്പോഴാ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ എന്ത് ചെയ്യും എൻ്റെ ഭർത്താവേ. ആ ജെസി മോളെത്തിയല്ലോ. ഗുഡ് മോർണിംഗ് മോളെ. ഗുഡ് മോർണിംഗ് പപ്പ. എന്നാൽ നമുക്ക് പോയാലോ? അല്ല മോളെ, കൂക്കി എവിടെ? അവള് റെഡിയായി കഴിഞ്ഞില്ലേ? സ്റ്റേജിന് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ അവൾക്ക് എന്തോ തീരെ സുഖമില്ലാന്ന് പറഞ്ഞു. ഞാനും കൂടെ നിൽക്കാന്ന് പറഞ്ഞ, പക്ഷെ അവള് സമ്മതിക്കണ്ടേ. ആ ഇന്ന് ലാസ്റ്റ് ദിവസമായിട്ട് നമ്മുടെ വിച്ചുട്ടനുമില്ല കൂക്കിയുമില്ല. വിച്ചുവിന് അവനെന്ത് പറ്റി പപ്പ? അവന് കുഴപ്പമൊന്നുമില്ലടി, അവന് മീറ്റിംഗാ. എന്തായാലും അവനെ വിളിച്ചൊന്ന് പറഞ്ഞേക്ക്, കൂക്കേനെ ഒന്ന് ശ്രദ്ധിക്കാൻ. എങ്കിലും കൂക്കി അവളുടെ റൂമിൽ തനിച്ചാന്നല്ലേ പറഞ്ഞേ, ഒന്ന് പോയി നോക്കിയേക്കാം. എടോ കൂക്കി, താനത് എവിടെ? കൂക്കി ബീച്ച, എനിക്ക് തീരെ വയ്യ, ഉള്ളാകെ വിറയ്ക്കുന്ന പോലെ. നോക്കട്ടെ, തനിക്ക് പനിക്കുന്നുണ്ടെന്നോ തോന്നുന്നത്. അതെ ശരി, തനിക്ക് നല്ല പനിയുണ്ടെന്നോ. എൻ്റെ ബാഗിൽ മെഡിസിൻ ഇരിപ്പുണ്ട്, ഞാനത് എടുത്തിട്ട് പെട്ടെന്ന് വരാം. തന്നോട് റെസ്റ്റ് ചെയ്യും. ശരി. എടോ എണീക്ക്, താനിങ്ങനെ കിടന്നാൽ എങ്ങനെയാ? മരുന്ന് കഴിക്ക്, എന്നാലല്ലേ പനി മാറും. എണീക്കണോ? ഡോ തനിക്ക് കോഫിയോ അവനെന്തെങ്കിലും വേണോ? വേണ്ട, ഇപ്പൊ മരുന്ന് കഴിച്ചില്ലേ, ഇനി പെട്ടെന്ന് പനി മാറിക്കോളും, എല്ലാം ശരിയോ? താനെന്നാ റെസ്റ്റ് എടുത്തോ. ഞാനിവിടെ അടുത്ത് വല്ല ഹോസ്പിറ്റലോ ക്ലിനിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. എനിക്കെന്തോ പറ്റുന്നില്ല, വല്ലാത്ത പേടി തോന്നാം. എനിക്ക് തീരെ വയ്യ ബീച്ച, പോയില്ലേ? ഇല്ലടോ, ഞാൻ തന്നെ വിട്ട് എങ്ങും പോകില്ല. തനിക്ക് സുഖമാവുന്നവരെ ഞാൻ തന്നെ കൂടെ തന്നെ ഉണ്ടാവും. താൻ ഉറങ്ങിക്കോപ്പോ. ചേച്ചി, നീ ഇത്ര പെട്ടെന്ന് വന്നോ? കുട്ടി അവളെവിടെ? അവള് ഉറങ്ങും ചേച്ചി. അവൾക്ക് നല്ല പനിയുണ്ട്. പേടിക്കാനൊന്നുമില്ല, ഞാൻ അവൾക്ക് മരുന്നൊക്കെ കൊടുത്തായിരുന്നു. എന്നാ നീ റൂമിലേക്ക് പോയിക്കോ, ഞാൻ നോക്കിക്കോളാം ഇനി അവിടെ. പിന്നെ ചേച്ചി, കുക്കി ഉറക്കത്തിൽ കരയും, പിന്നെ അറിഞ്ഞുകൊണ്ട് അവളൊരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്താ ചേച്ചി അത്? അവള് പുറത്തേക്ക് കളിക്കുന്നു ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചെറുപ്പം തൊട്ടേ ഒത്തിരി വിഷമങ്ങൾ അനുഭവിച്ച അവൾ വളർന്നത്. ചേച്ചി, എനിക്ക് അവളെ പറ്റി അറിഞ്ഞാൽ കൊള്ളുന്നുണ്ട്. അവളുടെ പാസ്റ്റ് അവൾ തന്നെ നിന്നോട് പറയും, അധികം വൈകാതെ. എൻ്റെ മോൻ അവളെ ഒരിക്കലും വിഷമിപ്പിക്കരുത്, നീ പോയിക്കോ. ചേച്ചി, അവളെന്താ അങ്ങനെയൊക്കെ പറഞ്ഞത്? എന്നോട് അവളെ വിഷമിപ്പിക്കരുതെന്നും. ഇല്ല, അവളെ ഞാൻ ഒരിക്കലും വിഷമിക്കില്ല. ആരെ കൊണ്ടും അവളെ വിഷമിപ്പിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഞാൻ ഉറപ്പിച്ചു, കൂക്കി അവളെ വിച്ചുവിൻ്റെ പെണ്ണ. കൂക്കി
അവളെനിക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി വേറെ ആർക്കും അവളെ ഞാൻ വിട്ടുകൊടുക്കില്ല.